എടാ മണ്ടൂസേ, എങ്ങോട്ടാടാ? സിനിമാ നടി ഭാവനയെ കാണാൻ പോവാ മുതലാളി. ഭാവനയെ കാണാനോ? എന്തിന്? ഭാവനയുടെ വീട്ടിൽ ചെന്ന് ഒരു വായ്പ വാങ്ങിക്കണം. എന്നിട്ട് ആ വായ്പ കൊണ്ട് എനിക്കൊരു കൊച്ചു വീട് വെക്കണം, ചെറിയൊരു ബിസിനസ്സും തുടങ്ങണം. പിന്നെ ബാക്കി തുക കൊണ്ട് ഒരു സ്കൂട്ടർ. വായ്പ തുക കൊച്ചു കൊച്ചു ഗഡുക്കളെ തിരിച്ചടച്ചാൽ മതിയല്ലോ. എടാ, സിനിമാ നടി ഭാവന വായ്പ കൊടുക്കുന്നുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദാ ഈ സായന പത്രം കണ്ണു തുറന്ന് പിടിച്ചൊന്ന് വായിച്ചു നോക്ക്, അതേൽ എഴുതിയിട്ടുണ്ട്. ഭവന വായ്പ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലാതെ ഭാവന വായ്പ കൊടുക്കുന്നു എന്നല്ല. നീ കീഴോട്ട് വായിച്ചു നോക്ക്. കീഴോട്ട് വായിക്കാൻ അക്ഷരം പഠിക്കണ്ടേ? തലക്കെട്ട് തന്നെ തപ്പിപ്പിടിച്ചാ വായിച്ചത്. ഏതായാലും നീ വേഷം മാറണ്ട. മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ ഒന്ന് പോകണം. എന്താ മോലാലി പ്രശ്നം? വല്യപ്പച്ചൻ ആശുപത്രിയില്ല, നീ അറിഞ്ഞില്ലേ? രാഷ്ട്രീയ ഗുണ്ടകൾ വല്യപ്പച്ചനെ മർദ്ദിച്ച് അവശനാക്കി. കാര്യം എന്താ മോലാലി? വല്യപ്പച്ചൻ പാർട്ടിയിൽ നിന്ന് കാല് മാറിയത്രേ, അതിന്റെ പകയാ. വല്യപ്പച്ചന്റെ നെറ്റിയിലും കണ്ണിലും ഒക്കെ പരിക്കുണ്ട്. പാവം വല്യപ്പച്ചൻ. എടാ, അങ്ങോട്ട് പോകുന്ന വഴി പള്ളി കയറി വല്യപ്പച്ചന്റെ ശാന്തിക്കായി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. അങ്ങനെ ഒരു ചുണ്ടോ വല്യപ്പച്ചന്? ഈ വയസ്സുകാലത്ത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. എടാ, ശാന്തി എന്ന് പറഞ്ഞത് മനഃശാന്തി ഉദ്ദേശിച്ച. സമയം കളയാതെ വേഗം ചെല്ല്. ഓ, വല്യപ്പച്ചനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയ മണ്ടൂസിനെ കാണുന്നില്ലോടി. ഇനി അവർ അവനെ മാനസിക രോഗ വാർഡിലേക്ക് എങ്ങാനും അഡ്മിറ്റ് ചെയ്തോ? അതാ വരുന്നുണ്ട്. 100 ആയുസ്സാ. വല്യപ്പച്ചൻ എങ്ങനെയുണ്ടടാ? വല്യപ്പച്ചന് കുഴപ്പമൊന്നുമില്ല. ശരീരത്തിൽ ഏതാണ്ടിലും ചൊറി 4-5 ഉണ്ടെന്ന് ഡാക്ടർ പറയുന്നു കേട്ടു. വല്യപ്പച്ചന്റെ ശരീരത്തിൽ ചൊറിയോ? അതേ മോലാലി, വല്യപ്പച്ചന്റെ ശരീരത്തിൽ അവിടെ ചൊറിയുണ്ടെന്ന് ഡാക്ടർ പറയുന്നത് കേട്ടു. എന്തുവാ ആ ചൊറിയുടെ പേര്? ഞാനതങ്ങ് മറന്നുപോയി. പിടികിട്ടി. ഇഞ്ചൊറി. പിന്നൊരു കാര്യം, അവിടെ ഡാക്ടർമാർ പാർട്ടി കളിക്കുന്നുണ്ട് കൊച്ചമ്മേ. അതെന്താടാ അങ്ങനെ തോന്നാൻ? അവര് വല്യപ്പച്ചനെ പാർട്ടി മാറ്റാൻ നോക്കുവാ. അപ്പച്ചൻ ഇപ്പോ എ ഗ്രൂപ്പിലായിരുന്നല്ലോ. അതാണല്ലോ ഇപ്പൊ തല്ല് കിട്ടാനുള്ള കാരണം. ഇപ്പൊ ഡാക്ടർമാരെല്ലാം കൂടി വല്യപ്പച്ചനെ ഐയിലേക്ക് കൊണ്ടുവരാനുള്ള പുറപ്പാടാ. അതാര് പറഞ്ഞു? ഞാൻ രഹസ്യമായി അറിഞ്ഞതാ മോലാലി. വല്യപ്പച്ചനെ ഡാക്ടർമാർ നോക്കിയ ശേഷം അവർ പറയുക, വല്യപ്പച്ചനെ ഐ വിഭാഗത്തിലേക്ക് നാളെ തന്നെ മാറ്റണമെന്ന്. എടാ മണ്ട ശിരോമണി, വല്യപ്പച്ചനെ കണ്ണ് ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെ ഐ വിഭാഗത്തിലേക്ക്, അതായത് കണ്ണ് ചികിത്സാ വിഭാഗത്തിലേക്ക് അയക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇത് നീ വല്യപ്പച്ചനോട് പറയാതിരുന്നത് ബുദ്ധിയായി. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?